പ്രശസ്ത വൈറൽ സിംഗർ, നവമാധ്യമ രംഗത്തെ സജീവ സാന്നിധ്യം, മിക്ക വേദികളിലും പ്രശസ്തനായ ഗായകൻ നരേൻ പുലാപ്പറ്റയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്. നരേൻ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പടവുകളിലേക്ക് സ്വാഗതം. നരേൻ, നമ്മൾ മുഖവരയില്ലാതെ പറയാം അല്ലേ? നരേൻ പുലാപ്പറ്റ എന്ന് പറയുന്ന സിംഗർ ഒരു തനി നാടൻ ആയിട്ടുള്ള ഒരു പ്രശസ്തനായ സിംഗറാണ്, പാട്ടുകാരനാണ്. യാതൊരു ആഡംബരവും കാണിക്കാതെ ലാളിത്യപൂർവ്വം പെരുമാറുന്ന ഒരു ഗായകൻ. ഈ നരേൻ്റെ പാട്ടുകൾ വളരെ സ്വീകാര്യമാവുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഇപ്പോൾ അടുത്ത് ആടുജീവിതത്തിലെ പെരിയോനെ എന്ന് തുടങ്ങുന്ന ഗാനം വളരെയധികം റീച്ച് കിട്ടിയ ഒരു ഗാനം. എന്തായിരുന്നു അതിൻ്റെ ഒരു അല്ല, അത് യാദൃശ്യമായിട്ട് പാടിയത് തന്നെയാണ്. അവർക്ക് അത് വൈറലാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ 1.5 മില്യൺ ആളുകൾ അത് കണ്ടു. 1 മില്യൺ കവർ ചെയ്തു. അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അതിനങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് പാടിയൊന്നുമല്ല. എനിക്ക് അത് ഒരിക്കലും അത് യഥാർത്ഥ ഗാനത്തിനോട് നീതി പുലർത്തിയിട്ടുമില്ല. ഞാൻ എൻ്റെ ഐഡിയയിൽ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അതിനായിട്ടിരുന്നു. അല്ല, വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഉച്ചയ്ക്ക് എനിക്കൊരു തോന്നൽ, അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേര് അത് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നാദൃഷ്ക, നമ്മുടെ ഡയറക്ടറും നടനൊക്കെ ആയിട്ടുള്ള അദ്ദേഹവും അത് പാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഉൾവിളി ചെയ്യണം എന്ന് തോന്നി. പിന്നെ ആ സമയത്തൊക്കെ കുറേ സങ്കടങ്ങളിലും കുറേ പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും അത് കയറി പോകാനുള്ള കാരണം. അല്ലാണ്ട് അത് ശരിക്കും യഥാർത്ഥ പാട്ടിനോട് നീതിയെ പുലർത്തിയിട്ടില്ല. ഇല്ല, പക്ഷേ എന്നിരുന്നാലും റഫീഖ് അഹമ്മദ് സാറിനോട് വലിയ അഭിനിവേശമാണ്. റഫീഖ് സാറിനെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സുഹൃത്താണ്. റഫീഖ് സാറിനെ പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഒരു പാട്ട്, വളരെ പ്രശസ്തമായ ഒരു പാട്ട് ഉണ്ടായിരുന്നു. ആ പാട്ടും മരണം എത്തുന്ന നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതും യഥാർത്ഥ പാട്ട് പോലെ ഒന്നും പാടാൻ പറ്റില്ല. എങ്കിലും എൻ്റെ ഇതിൽ വേണമെങ്കിൽ ഞാനൊരു 4 വരി പാടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ആർദ്രമാണ്, കണ്ണുകളിൽ നിന്നും ഈറൻ. തീർച്ചയായിട്ടും എനിക്ക് പൊതുവെ ഇത്തരം ഫീലുള്ള പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. മെലഡികളോട് ഭയങ്കര. അതെ അതെ, ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് നരൻ്റെ പാട്ടുകൾ. ഒരുപാട് ആസ്വാദക ഹൃദയം കീഴടക്കുന്നത് ഈ ഒരു ഫീലിംഗ് ടച്ചാണ് അല്ലേ? ആയിരിക്കാം, മെയിൻ അതൊരു കാരണം തന്നെയാണ്. പലരും അതന്നെ പറയാറുള്ളത്. പല ആളുകൾ ഇപ്പോൾ നോക്കൂ, നാളെ ഇപ്പോൾ പെരുന്നാളാണ്. അറഫ സംഗമത്തിൽ ഇന്നലെ നബി തിരുമേനിയുടെ അവസാന പ്രസംഗം നടന്ന ദിവസമാണ്. അപ്പോൾ നമ്മളെ ഒരു രീതി ഒരു ഹൃദയ ബന്ധം സൂക്ഷിക്കലാണ് അല്ലേ? ഇപ്പോൾ നരൻ പലപ്പോഴായി ചെയ്തു വരുന്നതും അതുതന്നെയാണ്. എല്ലാ ആളുകളുമായും ഗാനരൂപത്തിൽ, ഇപ്പോൾ ഒരു ഗായകൻ എന്നുള്ളതിലേക്ക് അങ്ങയുടെ പാട്ടുകൾ മികച്ചതാണ്, എന്നാൽ അതിലുപരി ഒരു മാനവികത കാത്തു സൂക്ഷിക്കുന്ന ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും സൗഹൃദങ്ങൾക്ക് ഭയങ്കര ഒരു വില കൽപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് നീണ്ടതാണ്, പരന്നതാണ്. കാരണം ഒത്തിരി ആളുകൾ ഇന്നിപ്പോൾ കല കൊണ്ട് നേടിയതാണ് കുറേയൊക്കെ. നവമാധ്യമങ്ങളിൽ വന്നതിന് ശേഷം നേടിയ സുഹൃത്തുക്കളുണ്ട്. അല്ലാതെ അതിന് മുന്നേ ഉള്ള ഞാനൊരു കലാകാരനായിട്ടൊന്നും അവർ അംഗീകരിച്ച് തന്നെയാണെങ്കിൽ കൂടി നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, നല്ല ഒരു സഹപാഠി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. വലിയൊരു സൗഹൃദം ആ ഒരു തരത്തിലുണ്ട് പുലാപ്പറ്റയിൽ. പിന്നെ ആളുകളായിട്ട്, പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ മതത്തെയും ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ്. അതായത് ഇന്ന മതം പറഞ്ഞിട്ട് വേർതിരിച്ചിരിക്കില്ല. എനിക്ക് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദു ആണെങ്കിലും ഇതിലൊക്കെ എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്.
ഈ മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ കൂട്ടുകാരിൽ ഒരു ബഹുഭൂരിപക്ഷവും മുസ്ലിംസാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ഈ ഒരു പെരുന്നാളിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. നല്ലൊരു പെരുന്നാളായി മാറട്ടെ. ഈ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു നല്ലൊരു നമുക്ക് പെരിയോനെ എന്നൊരു പാട്ട് തീർച്ചയായിട്ടും പാടാം. പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം. വളരെ ഹൃദ്യം. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ആ ഒരു സമയം, പ്രവാസ ജീവിതമാണല്ലോ ആടുജീവിതം മൊത്തം. മണലാരണ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു രംഗം തീർച്ചയായും വളരെ വളരെ ഈ പാട്ടിൽ തൻ്റെ ദൈവത്തെ കാണുകയാണ്. അല്ല, അതിലൊക്കെ നമ്മുടെ ജീവിതം ഉണ്ടെന്നേ. പ്രവാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു പ്രവാസികൾ തന്നെയാണ്, ഭൂമിയിലെ പ്രവാസികളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ പല നാടുകളിലൂടെ പോയിട്ടുണ്ട്, പല അനുഭവങ്ങളുണ്ട്, പല ടെൻഷനും അതുപോലെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ ആളുകളാണ്. അപ്പം നമുക്ക് ഇത്തരം, എനിക്ക് ആ നോവൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 2-3 തവണങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഇപ്പോൾ അങ്ങ് ഇപ്പോൾ നരൻ പറയുന്നത് ജീവിതം ഒരു തീർത്ഥയാത്രയാണ് എന്നാണ് പറയുന്നത്. ജീവിതം ഒരു പ്രവാസമാണ്, തീർത്ഥാടനമാണ്. അതായത് ഒടുങ്ങാത്ത ഒരു യാത്ര. ഒടുങ്ങുന്നത് എപ്പോഴും നമ്മുടെ മരണത്തിലാണ്. അതായത് കഷ്ടപ്പാടുകൾ അറിഞ്ഞു തന്നെയാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ജനിച്ച സമയത്ത് കഷ്ടപ്പാടും പട്ടിണിയും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് കുറേ സന്തോഷങ്ങളും സ്നേഹബന്ധങ്ങളും അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയില്ലാത്ത മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട് വികസിച്ചു, ലോകം തന്നെ ഒരുപാട് മാറ്റങ്ങളും ഹൈടെക്കായി. പക്ഷേ നഷ്ടപ്പെടുന്നത് പരസ്പരമുള്ള സ്നേഹം, ഒരു നന്മ ഒക്കെ കുറേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഇടയിലും പലപ്പോഴും ദൈവത്തെ പോലെ പലരും വന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ട്. യൂസഫ് അലി സാറ്, അതേപോലെ നമ്മുടെ ബോച്ചെ പോലുള്ള ഒത്തിരി വലിയ ആളുകൾ, അദ്ദേഹമുണ്ട്. ചിലപ്പോൾ അവർക്ക് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെ ആവാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരെ ബിസിനസ് പറയട്ടെ, നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതൊന്നൊരു പങ്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. മൊത്തം നമുക്ക് വാരി വലിക്കുന്നില്ല. അപ്പോൾ ബിസിനസ് തന്നെയാണ് എല്ലാറ്റിൻ്റെയും മുന്നിൽ പോലും എങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോച്ചയ്ക്ക് അന്ന് ചെയ്ത ഒരു വലിയ കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. 34 കോടി ഒരു കുറച്ച് ദിവസം കൊണ്ട് ശരിക്കും ഞങ്ങൾ അന്ന് മീറ്റ് ചെയ്യണ്ടായിരുന്നു, മലപ്പുറത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യണ്ടായിരുന്നു. വലിയൊരു കാര്യമാണ്, നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ അവർ തീരുമാനിച്ചത്. പക്ഷെ അത് സമയമായിട്ടുണ്ടാവില്ല. കാരണം എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ ഈ പണ്ട് പഞ്ചവർണ്ണക്കിളി എന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ടാണ് ആദ്യം വൈറലാവുന്നത്. പക്ഷെ അന്ന് ഞാൻ കോമഡി ഉത്സവത്തിൽ പോകണ്ടായി. പക്ഷെ അന്ന് കിട്ടിയതിനെക്കാട്ടിലും വലിയ ഒരു അംഗീകാരമാണ് ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിറച്ച ആളുകൾ എവിടെ പോയാലും എന്നെ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്ന ഒരു കലാകാരനായി നരൻ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. അപ്പൊ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പഞ്ചവർണ്ണക്കിളി നമുക്ക് 2 പേര് പാടിയോ? തീർച്ചയായിട്ടും പാടാം. പഞ്ചവർണ്ണക്കിളി ചേലുള്ള പൊന്നാര ചെമ്പകപ്പൂ മലരേ, പഞ്ചവർണ്ണക്കിളി ചേലുള്ള പൊന്നാര ചെമ്പകപ്പൂ മലരേ, കണ്ണൊന്നടച്ചാലോ കാണും കണ്ണിനഴകുള്ളോളേ,
കണ്ണൊന്നടച്ചാലോ കാണും കണ്ണിനഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ. സൂപ്പർ. ഇപ്പോൾ പുതിയ ഒരു സിനിമ ഇപ്പോൾ നരൻ തന്നെ പാട്ടെഴുതി അത് കന്നഡയിലേക്ക് തർജ്ജമ ചെയ്ത് അവിടെ ഒരു പാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിന്റെ ഒരു വർക്ക് നടക്കാൻ പോവാണ്. തെലുങ്ക് സിനിമയ്ക്ക് കന്നഡ സിനിമയ്ക്ക് തന്നെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് മലയാളത്തിൽ നമ്മൾ എഴുതി കൊടുക്കും. അതേപോലെ തന്നെ അതിന്റെ ട്യൂണും ഞാനാ ചെയ്യുന്നത്, മ്യൂസിക്കും ഞാനാ ചെയ്യുന്നത്, സംഗീതം ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അത് അവർ പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്ത് ഇതാക്കി അവിടുത്തെ ഗായകരെ കൊണ്ട് അത് പാടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു നടന്നാൽ ഒരു ഭാഗ്യമാണ്. അതൊരു സിനിമയുടെ ഭാഗം. ഒരു സിനിമയുടെ ഒരു പാട്ട് ഞാൻ നേരത്തെ പാടി വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത് റിലീസാവാനുള്ള സാധ്യത. അത് സിനിമയുടെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് റിലീസിങ്ങിന്റെ ഏകദേശം പാട്ട് റിലീസ് ആവാൻ പോകും. പടമല്ല, പാട്ട് റിലീസ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ച് സീൻസ് ലോഞ്ചിങ് ആണ്. അപ്പോൾ തോന്നുന്നു ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ആൽബങ്ങളിൽ ധാരാളം പാടിയിട്ടുണ്ട്. ഒരുപാട് ആൽബങ്ങൾ പാടി. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു 2000 അടുത്ത്, ഇപ്പോൾ 1600 to 2000 അടുത്ത് ഞാൻ പാട്ടുകൾ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ഒരു 4000 മുകളിൽ കവിതകൾ സോഷ്യൽ മീഡിയയിൽ കവിയ എന്നുള്ളതൊക്കെയാണ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെയാണ് ഈ ശരിക്കും പാട്ട് ചെറുപ്പം മുതൽക്ക് ഉണ്ടെങ്കിൽ കൂടി എഴുത്തിനോട് വല്ലാത്തൊരു ഭ്രമം, വായനയോട് ഒരു വല്ലാത്തൊരു ഭ്രമമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. എന്തും കിട്ടിയ വായിക്കുന്നൊരു സമയം. അങ്ങനെയാണ് എഴുത്തിലൂടെ വന്നത്. 7ാം ക്ലാസ്സിലാണ് എൻ്റെ ഫസ്റ്റ് കഥ പബ്ലിഷ് ചെയ്യുന്നത്. എൻ്റെ അതെ, കഥാകാരനാണ്. എൻ്റെ ക്ലാസ് ടീച്ചറാണ് അത് കണ്ടെത്തി കൂട്ടുകാരൊക്കെ കൂടി തട്ടിപ്പറിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊടുത്തു. എന്താ പറയുക, പിന്നെ അതെ ഞാൻ ഓർത്തെടുക്കാം. പൊമ്പറയിലുള്ള ടീച്ചറാണ്. പെട്ടെന്ന് അത് കിട്ടുന്നില്ല. നേരത്തെ എല്ലാത്തിലേക്കും ഞാൻ പറയാറുണ്ട്. തങ്കമ്മ ടീച്ചർ പൊമ്പറ, അതായത് കാരാകുറിശ്ശിയ ഭാഗത്തുള്ള ടീച്ചറാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ടീച്ചറിന്റെ മുന്നിൽ ഇത് വെച്ച് പറഞ്ഞപ്പോൾ ടീച്ചറൊക്കെ കണ്ണ് നിറച്ചാകാനായി. എൻ്റെ തുടക്കം അതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കഥയിലേക്ക് കടക്കാൻ മോഹൻ മാഷ് പറഞ്ഞിട്ടുള്ളൊരു മാസ്റ്റർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു തന്ന അന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് കഥകൾ ഉണ്ടാവും. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് കഥകൾ പറയാൻ വേണ്ടി ഒരു പീരീഡ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് പാടാനും ഒക്കെ അതിനുള്ള ഇതുണ്ടാവും. അപ്പം അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ വായനയുടെ ബലത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, കാണുന്ന പ്രേക്ഷകർ, രക്ഷിതാക്കൾ, പണ്ടുള്ള കാലങ്ങളിൽ കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ ഒരു നിശ്ചിത സമയം ഇത്തരം കലാ പീരിയഡ് ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണ് നരേൻ പുലാപ്പറ്റയിലെ സർഗവാസന തങ്കമ്മ ടീച്ചറിലൂടെ പുറത്തു വന്നത്. അത് ഏവർക്കും പ്രചോദനമാവുന്ന വാക്കുകളാണ്. പണ്ടുള്ള ഒരു ഈ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നരേൻ പുലാപ്പറ്റ എന്ന് പറയുന്ന കവിയാണ് യഥാർത്ഥത്തിൽ. നിമിഷ കവിയാണ്, അതിന് തർക്കമൊന്നുമില്ല. ധാരാളം നിമിഷ കവിതകൾ എഴുതിയ ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും നിമിഷ കവി എന്നുള്ളതിലേക്ക് അങ്ങയുടെ നരേൻ പുലാപ്പറ്റയുടെ കുടുംബ പശ്ചാത്തലം ഒരു ഘടകമായിട്ടുണ്ട്. അല്ല, എൻ്റെ ജീവിതം തന്നെയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. കാരണം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വിശപ്പ്, ഏകാന്തത, അതായത് ഒറ്റപ്പെടൽ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അവഹേളനങ്ങൾ, പരിഹാസങ്ങൾ, കുത്തുവാക്കൾ, അതൊക്കെ കുട്ടിക്കാലം മുതൽക്ക്. ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പോഴൊന്നും അങ്ങനെ ആരും പറയാൻ പഠിക്കും. ഒറ്റപ്പെടലുകളും ഒക്കെയാണ് നരനെ രൂപപ്പെടുത്തിയത്. എഴുത്തുകാരനായിട്ടായാലും ഒരു കവിയായിട്ടായാലും പാട്ടുകാരനായിട്ടായാലും കലാകാരനായിട്ടായാലും ഏത് തരത്തിലാണെങ്കിലും എൻ്റെ സത്യം പറയണമെങ്കിൽ എൻ്റെ വേദനകളെ എനിക്ക് മറച്ചു പിടിക്കാൻ ഞാൻ ഒരു ഉപാധി തന്നെയാണത് കല എന്ന് പറയുന്നത്. അത് ഏതിലൂടെയാണ്. ഞാൻ ചിത്രം വരയ്ക്കും, പാട്ട് എഴുതും, സംഗീതം ചെയ്യും, പാടും, അതുപോലെ എന്താ പറയുക മറ്റേ കവിത ഒക്കെ. ഇതെല്ലാം ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പേരിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പൊങ്ങച്ചം കാണിക്കാനൊന്നുമല്ല. എൻ്റെ വേദനകൾ, എൻ്റെ ജീവിതം, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ ഒറ്റപ്പെടൽ, ഇത് ഇന്നും ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ട് തന്നെയാണ്. എനിക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. എങ്കിൽ കൂടി എന്തുകൊണ്ടൊക്കെയോ ഞാൻ ഇപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതെ, പക്ഷെ അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട്. കാരണം ആ ഒരു ഇഷ്ടമാണ് എന്നെ കലാകാരനാക്കുന്നത്. അതിന് ഒരു സംശയമില്ല. കലാഭവൻ മണി ചേട്ടനെ എങ്ങനെ കാണുന്നു?
മണിച്ചേട്ടൻ എന്ന് പറഞ്ഞത് ഒരുപാട് ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാട്ടുകളിലൂടെ തന്നെയാണ് ഞാൻ ഒരു നാടൻ പാട്ട് കലാകാരൻ എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. മണിയേട്ടൻ്റെ ഒരു പാട്ടങ്ങായാലോ? ഓ പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. എന്തോ വല്ലാത്തൊരു അനുഭൂതിയാണ്. അതൊരു തീർച്ചയായിട്ടും വലിയൊരു കലാകാരനാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ പാവപ്പെട്ട കലാകാരന്മാരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരാൻ ഒരു പ്രചോദനമായിരുന്നു മണിച്ചേട്ടൻ. അതിനൊരു സംശയമൊന്നുമില്ല. 100% ശരിയാണ്. ഇപ്പോൾ അറുമുഖൻ വെങ്കിടങ്ങ്, ഇപ്പോൾ അറുമുഖൻ ചേട്ടനുമായിട്ട് ഇപ്പോൾ ഒരു അറുമുഖൻ ചേട്ടൻ്റെ മകനുമായി ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ കണ്ണൂർ വെച്ച് ചെയ്യാൻ ഏതായിരുന്നു? എന്താ അല്ല, അത് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ബോച്ചെ പറഞ്ഞ ആ ഒരു മ്യൂസിക് ചലഞ്ചിൻ്റെ മെയിൻ ആള് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം ഉള്ള സമയത്താണ് എന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്നെ പറ്റി ആള് തന്നെയാണ് കൂടുതൽ ബോച്ചേനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അന്ന് ആ വീഡിയോ വൈറലായ അപ്പോൾ പിന്നീട് അവർ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, സംഗീതം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ചെറിയ ഒരു പൈസയ്ക്കൊക്കെ നമ്മളൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുള്ളത് കൊണ്ട് മാത്രം കോണ്ടാക്ട് ചെയ്യലുണ്ടായത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു പരിചയമായി. അപ്പോൾ എന്തായാലും പാട്ടുകൾ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നാളേക്ക് ആയിട്ട് കണ്ണൂരെത്തും. സംഗീതം പഠിക്കാതെ സംഗീതരംഗത്ത് കടന്നു വന്ന ഒരു മഹാപ്രതിഭയാണ് സത്യത്തിൽ നരേൻ പുലാപ്പറ്റ. നരേൻ അംഗീകരിക്കില്ലെങ്കിൽ പോലും. അല്ല, മഹാപ്രതിഭ എന്നൊന്നും പറയരുത്, അതൊക്കെ വലിയൊരു വാക്കാണ്. പ്രതിഭയായിരിക്കാം, മഹാപ്രതിഭ എന്നൊന്നും പറയാൻ ആയിട്ടില്ല. അങ്ങനെ എത്തട്ടെ. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ എല്ലാവരുമായിട്ടുള്ള ഈ സ്നേഹബന്ധം തന്നെയാണ് എനിക്ക് വലുത്. കാരണം കലയിലൂടെ എനിക്ക് നേടാൻ കഴിഞ്ഞ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. എൻ്റെ ഏറ്റവും സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, മണ്ണിൽ പണിയെടുക്കുന്ന. കാരണം അവർ തരുന്നൊരു സ്നേഹം നിഷ്കളങ്കമാണ്. അവർ കാണിക്കുന്ന ഒരു ആരാധന വളരെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള കാര്യം. സ്ത്രീകളും കുട്ടികളും വയസ്സായവരും ഒക്കെ ഉണ്ട്. ഇന്ന് പോലും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി വൈകിയത്. എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണകുമാർ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. അദ്ദേഹം കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു താല്പര്യത്തിലാണ് കുറേ ദിവസം വന്ന് കണ്ടു സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഒരു ഇത്. എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ ചേട്ടൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ലോഹിതദാസ് സ്മാരക ചെറുകഥ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഗൾഫിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു 60ഓളം പുരസ്കാരങ്ങൾ ചെറുതും വലുതുമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാത്ത കുഞ്ഞു കുഞ്ഞു അംഗീകാരങ്ങളും കാര്യങ്ങളും ധാരാളം കിട്ടുന്നുണ്ട്. ഓ തീർച്ചയായിട്ടും. കുടുംബം ഭാര്യ ഷൈലജ നല്ല നമുക്കൊരു സപ്പോർട്ടുള്ള ഒരാളാണ്. 3 മക്കളുണ്ട്, 2 ആൺപിള്ളേർ മൂത്തത്, പിന്നെ ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു 2-2.5 കൊല്ലമായി ഇപ്പോൾ. അപ്പോൾ കുഴപ്പമില്ല ആ തരത്തിൽ. മക്കളെ കല്യാണം കഴിച്ചിരിക്കുന്നു. ഞാൻ 20 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇപ്പൊ 49 വയസ്സായി. അപ്പോഴേക്കും എൻ്റെ മൂത്ത മകന് 27 വയസ്സായി. അവനിവിടെ ചെറുപ്പളശ്ശേരി ശ്രേയസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതുകൊണ്ടുള്ള ഗുണമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചെറുപ്പം നിലനിർത്താനും കഴിയുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയത്തിന്റെ ഒരു പ്രശ്നത്തിൽ അങ്ങനെ കയറി അങ്ങനെയല്ല, പ്രണയിച്ചു, കല്യാണം കഴിച്ചു, ഇപ്പോഴും പ്രണയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും പ്രണയം ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. അല്ല, അത് ഈ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അനന്തമാണ്. നമ്മളെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപാധി തന്നെയാണ്. അതായത് എന്താ പറയുക, ആർക്കും പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാനൊരു താല്പര്യം. അത് ഇന്നോത്തിനോട് പെണ്ണിനോടൊന്നല്ല. പ്രണയം എന്ന് പറയുന്നത് സ്ഥായിയായിട്ട് അങ്ങനെ ഒരു നമ്മൾ പിടിച്ചു നിർത്താൻ. ഇപ്പോൾ ചിലവർക്ക് കലയിനോടായിരിക്കും പ്രണയം, അവർ അതിന് വേണ്ടിയിട്ട് കടന്നു. അതുകൊണ്ട് അവർക്ക് ജീവിക്കാനും പ്രതീക്ഷിക്കാനും മുന്നോട്ട് പോകാനും. എന്നെ സംബന്ധിച്ച് കലയോട് ഒരുപാട് പ്രണയമുണ്ട്. സിനിമ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിലേക്ക് എത്താൻ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്?
എല്ലാവർക്കും നമസ്കാരം. പെരുന്നാളാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മയുടെ സ്നേഹത്തിൻ്റെയൊക്കെ നല്ലൊരു പെരുന്നാൾ ആശംസിക്കുകയാണ്. ഇതുപോലെ അനവധി കലാകാരന്മാർ ഇനിയും പുറത്തു വരാനുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക്, പ്രേക്ഷകർക്ക് അത്തരം കലാകാരന്മാരൊക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനലുകൾ ഒക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനോ തയ്യാറാവണം. ഞാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അതുപോലെ സ്ട്രഗിൾ ചെയ്യാൻ എല്ലാവർക്കും മനസ്സുണ്ടാവില്ല. പലരും ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിക്കുന്നവരാകും. അപ്പോൾ അവരിലെ കല നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു അവസരം വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ ഉണ്ടാവട്ടെ. പ്രാർത്ഥനകൾ. ഈ നമ്മോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചത് നിരവധി തിരക്കുകളുണ്ട്. ഇന്ന് തന്നെ 2-3 പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. പടവുകളിലെത്തിയ പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട കലാകാരൻ നരേൻ പുലാപ്പറ്റയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു.